ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്തുകൊണ്ടാണ് എന്റെ പേര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശ്രീജിത്ത് ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഈ വിധി വരുന്നതിന്റെ തലേ ദിവസം ഞാൻ കണ്ട ഒരു അഭിമുഖമുണ്ട്. അത് അതിജീവിതയുടെ വക്കീലാണ് എന്ന് പറയുന്ന ശ്രീമതി TB മിനിയുടേതാണ്. അതിൽ ഞാൻ കണ്ടത് ദിലീപിനെ രക്ഷിക്കാനായിട്ട് മമ്മൂട്ടി ഇടപെട്ടു എന്ന രീതിയിലത്തേക്കും അതിന് തെളിവുണ്ട് എന്നും അവർ പറയുന്നതായിട്ടാണ്. അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. പാരമ്പര്യം, വിശ്വാസത, അമ്മയുടെ തേങ്ങാക്കൊല. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ, ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? കോടതി വിധികളിൽ സംശയം പ്രകടിപ്പിക്കുന്നത് കേൾക്കും. ഇനിയുമുണ്ട് കോടതി. Don't you bloody try to trouble me ever again for such petty flimsy issues. ഭാഗ്യലക്ഷ്മി ചേച്ചി ഇരട്ടത്താപ്പാട്. ഭാഗ്യലക്ഷ്മി ചേച്ചി കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം പൊട്ടം കളിപ്പിക്കല്ല നായിന്റെ പട്ടി മോനെ.